പരിണയം. അച്ചൂട്ട പ്ലീസ്, അർജുന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് താല്പര്യമില്ല. പറ്റില്ല ആരോഹി. എന്തു വന്നാലും നമുക്ക് ആ വിവാഹം അറ്റൻഡ് ചെയ്തേ പറ്റൂ. അർജുന്റെ മാത്രം വിവാഹം അല്ലല്ലോ അത്. അർജുന്റെ സിസ്റ്റർ ആവണിയുടേതും കൂടിയല്ലേ. പിന്നെ എനിക്കും ആ വിവാഹത്തിന് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അക്ഷരത് പറയപ്പോഴായിരുന്നു ആരോഹി പെട്ടെന്ന് ഓർത്തത് മാനവിന്റെ അച്ഛനെ അക്ഷതിന് പരിചയമുണ്ടെന്ന്. പല ബിസിനസ് മീറ്റിങ്ങുകളിലും അവർ ഒന്നിച്ചുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ അക്ഷിത് അവരുടെ എൻഗേജ്മെന്റിനും വന്നത്. എങ്കിൽ പിന്നെ അച്ചോട്ടം പൊക്കോളൂ. എനിക്കത്ര താല്പര്യമില്ല. ഞാൻ വരുന്നില്ല. ആരോഗ്യം അത് പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും അക്ഷിത് അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ച് അവന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. ആരോഗ്യം അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തുകൊണ്ട് അനങ്ങാതെ നിന്നു. എന്താണോ ഇത്രയ്ക്ക് വാശി? നമ്മുടെ കല്യാണത്തിന് അവരൊക്കെ വന്നതല്ലേ. അവരുടെ കല്യാണത്തിന് പോയില്ലെങ്കിൽ മോശമല്ലേ? ഏയ്, എനിക്കാണെങ്കിൽ അവരെയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് വൈബാണ്. അതിനെന്താ, ഞാനില്ലേ നാളെ. നമ്മൾ രണ്ടാളും ഒരുമിച്ച് വിവാഹത്തിന് പോകുന്നു, ഹാപ്പിയായിട്ട് കൂടുന്നു, തിരികെ വരുന്നു. അവൻ പറയുന്നത് കേട്ട് ആരോഹി ആ മുഖത്തേക്ക് നോക്കി നിന്നു. അത് വേണോ ഏട്ടാ? വേണം പെണ്ണേ, പോകാൻ നീ ഒരു രസമല്ലേ. എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും ഉള്ളവനാണ് അർജുൻ. പോയില്ലെങ്കിൽ ഒരു മനോവിഷമമാണ് കൂട്ടാ. അക്ഷത പെട്ടെന്ന് പറഞ്ഞതും ആരോഗ്യം അവന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. നന്ദിയോ? എന്തിന്? അങ്ങനല്ല, അവൻ മറ്റൊരു പെണ്ണിനെ കണ്ടപ്പോ തന്നെ വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണല്ലോ ഈ സുന്ദരിക്കുട്ടിയെ എനിക്ക് തന്നെ കിട്ടിയത്. ആരോഹിയുടെ മുഖം കൈക്കൊമ്പിളി കോരിയെടുത്ത് അവളുടെ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കിക്കൊണ്ടായിരുന്നു അക്ഷിത് അത് പറഞ്ഞത്. ശേഷം അവളുടെ നെറ്റിയിലേക്ക് അവൻ അവന്റെ അതിരങ്ങൾ പതിപ്പിച്ചു. എന്തായാലും കയ്യിലിരുന്ന മാണിക്യം കളഞ്ഞിട്ട് അവൻ നേടിയെടുത്തത്. അത്രയും പറഞ്ഞ് അക്ഷിത് പാതിയിൽ നിർത്തിയതും ആരോഗ്യം അവനെ സംശയത്തോടെ നോക്കി. അച്ചോട്ടൻ എന്താ ഇപ്പൊ പറഞ്ഞു വന്നത്? ഏയ്, ഞാനെന്ത് പറയാൻ? ഞാനൊന്നും പറഞ്ഞില്ല. അച്ചോട്ട, ചുമ്മാ ഉരുണ്ട് കളിക്കരുതേ. അങ്ങനൊന്നും അല്ലടോ. മുമ്പൊരിക്കൽ ഈ മാൻവിയുടെ പ്രൊപ്പോസൽ എനിക്ക് വന്നതാണ്. പെട്ടെന്നത് അക്ഷിത് പറഞ്ഞതും ആരോഗ്യ ഒരു ചെറിയ ഞെട്ടലോടെ അവനെ നോക്കി. ശരിക്കും? എന്നിട്ട് അച്ചോട്ടൻ എന്താ അതിന് ഏസ് പറയാതിരുന്നത്? മാൻവിയോട് എനിക്ക് അങ്ങനെ ഒരു അടുപ്പം തോന്നിയിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ ജസ്റ്റ് ഒരന്വേഷണമൊക്കെ നടത്തിയപ്പോൾ ആളത്ര ശരിയല്ലെന്ന് മനസ്സിലായി. ശരിയല്ലെന്നോ? ആരുഹിയുടെ കണ്ണുകളിൽ വീണ്ടും സംശയമാണ്. ആൾക്ക് ഒരുപാട് ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ബോയ് ഫ്രണ്ട്സ് ഒക്കെ നോർമലാണ്. പക്ഷെ ആള് ഫുൾ ടൈം പബ്ബിലും ബാറിലും ഫ്രണ്ട്സിനൊപ്പം തന്നെയാണ്. പിന്നെ അത്ര നല്ലൊരു ഇമേജ് അല്ല അവിടെ അവൾക്കുള്ളത്. അതോടുകൂടി ഞാനങ്ങ് ഉപേക്ഷിച്ചു. എന്താണ് വെറുതെ ആവശ്യമില്ലാതെ തലവേദനയൊക്കെ എടുത്ത് ഞാൻ തലയിലോട്ട് വെക്കുന്നത്? അക്ഷിത് ഒരു ചെറു ചിരിയോടെ പറഞ്ഞു നിർത്തിയതും ആരുഹിക്ക് തുള്ളിച്ചാടാൻ തോന്നിപ്പോയി. അത്രയേറെ സന്തോഷം തോന്നി അവൾക്ക് ആ നിമിഷം. എന്തായാലും കൃത്യമായ സ്ഥലത്ത് തന്നെയാ അവൾ വന്നു പെട്ടിരിക്കുന്നത്. ആരോഗ്യ പറഞ്ഞതും അക്ഷിത് അവളെ കണ്ണു ചുരുക്കി നോക്കി. അച്ചോട്ടിനറിയോ ഈ അർജുന്റെ സ്വഭാവം? അവന് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ ഞാനതൊക്കെ അറിയാൻ വൈകി. 5 വർഷം ഞാനൊരു പൊട്ടിയെപ്പോലെ അയാളെ സ്നേഹിച്ചു. പക്ഷെ സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു വന്നപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു അധ്യായം. അത് മനസ്സിൽ തെളിഞ്ഞതും ആരോഗ്യം നെറ്റി ചൊളിച്ചുകൊണ്ട് വീണ്ടും അക്ഷയുടെ തോളിലേക്ക് തന്നെ മുഖം അമർത്തി നിന്നു. സാരില്ല, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. കഴിഞ്ഞു പോയതാണെങ്കിലും വരാനിരിക്കുന്നതാണെങ്കിലും നമുക്ക് സന്തോഷം തരാത്ത കാര്യങ്ങളാണെങ്കിൽ മറന്നു കളയുന്നത് തന്നെയാ നല്ലത്. വെറുതെ എന്തിനാ നമ്മുടെ സന്തോഷവും ആരോഗ്യവും ഒക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളോർത്ത് ഇല്ലാതാക്കുന്നത്? അക്ഷിതൊരു കരുതലോടെ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ആരോഗ്യക്കും തോന്നി അത് തന്നെയാണ് നല്ലതെന്ന്. അന്നാണ് അവൾക്ക് മനസ്സിലായത് കർമ്മയൊക്കെ റിയൽ ആണെന്ന്. തന്നോട് അർജുൻ ചെയ്തതിനുള്ള മറുപണി അവൻ ഇനി കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് കണ്ടറിയാം എന്താകുന്ന് ആരോഗ്യം മനസ്സിലോർത്തു. എടോ, പിന്നൊരു കാര്യം. ഞാൻ കരുതുന്നത് അർജുന്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ തൻ്റെ വീട്ടിലേക്ക് പോകാം. 2-3 ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അവിടെ നിന്നിട്ട് ഇവിടേക്ക് മടങ്ങി വരാം. വിശ്വാസം വരാത്തതുപോലെ ആരോഹി അക്ഷതിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി. അവളുടെ കണ്ണുകൾ വല്ലാതങ്ങ് വിടർന്നുപോയി. ശരിക്കും സത്യമാണോ പറഞ്ഞത്? നുണ പറയുന്ന ശീലം എനിക്കില്ല ആരോഹി. അക്ഷിത അല്പം ഗൗരവത്തോടെ പറഞ്ഞതും ആരോഹി അവന്റെ ഇരു കവിളിലും പിടിച്ചു വലിച്ചു.
താങ്ക് യു അച്ചുവേട്ടാ. മെല്ലെ അവൻ്റെ അധരങ്ങളിലേക്ക് ചുണ്ടമർത്തിക്കൊണ്ട് അവൾ സന്തോഷത്തോടെ പറഞ്ഞു. ഞാനിതെങ്ങനെ അങ്ങോട്ട് പറയുമെന്ന് ആലോചിക്കുമായിരുന്നു. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ആരോഹി പറഞ്ഞു. അക്ഷിത അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. നോക്ക് ആരോഹി, നമ്മളിപ്പോൾ ഭാര്യയും ഭർത്താവുമാണ്. തനിക്ക് മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ അതെന്നോട് തുറന്നു പറയണം. ഇപ്പോൾ തന്നെ ഈ ഒരു കാര്യം തൻ്റെ മനസ്സിലുണ്ടായിട്ട് താൻ എന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. എങ്കിലല്ലേ എനിക്ക് മനസ്സിലാവൂ. പിന്നെ നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവനാണെങ്കിൽ പോലും പരസ്പരം ഇനിയും ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. അപ്പോ ഇപ്പോഴേ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു പോയാൽ അത് നമ്മുടെ ഭാവി ജീവിതത്തിൽ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അക്ഷിത ചോദിച്ചപ്പോൾ ആരോഹി അതേ എന്ന അർത്ഥത്തിൽ തലയനക്കി. വൈകിട്ട് അക്ഷിതിന് അവൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും അവൻ അവിടേക്ക് പോയി. ആരോഹിക്ക് മുകളിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചു. താഴേക്ക് പോയ ഊർമിള ഒന്നും രണ്ടും പറഞ്ഞു വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവളതിന് മെനക്കെട്ടില്ല. അപ്പോഴാണ് അല്ലി അങ്ങോട്ട് വന്നത്. ഏടത്തി ബിസിയാണോ? അക്ഷിയുടെ റൂമിന്റെ വാതിക്കൽ നിന്ന് തല മാത്രം ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് അക്ഷി ചോദിക്കുമ്പോൾ ബെഡിലിരുന്ന് ആരോഗ്യം അവളെ കണ്ടതും എഴുന്നേറ്റ് അവൾക്ക് അടുത്തേക്ക് വന്നു. ഏയ്, ഞാനിവിടെ വെറുതെ ഇരുന്നതാ. എങ്കിൽ പിന്നെ നമുക്കൊന്ന് പുറത്തു പോയാലോ? അതിനെന്താ, പോകാലോ. എവിടെ പോകാനാ? നാളെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജാ. അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങണം. എടുത്ത് എന്നെ ഹെൽപ്പ് ചെയ്യോ? അതിനെന്താ, ഞാൻ ഹെൽപ്പ് ചെയ്യാലോ. എങ്കിലൊരു കാര്യം ചെയ്യാം. ഞാൻ താഴെ ചെന്ന് അമ്മയുടെ അടുത്തുനിന്ന് പെർമിഷൻ വാങ്ങി വരാം. എന്നിട്ട് സമയം കളയാണ്ട് നമുക്ക് രണ്ടാൾക്കും കൂടി അങ്ങ് ഇറങ്ങിയാലോ? ഓക്കേ, ഞാൻ റെഡിയായി താഴേക്ക് വരാം. ആരോഗ്യം അതും പറഞ്ഞുകൊണ്ട് വീണ്ടും മുറിയിലേക്ക് തന്നെ കയറി. ഒരു കോട്ടന്റെ ചുരിദാർ എടുത്തിട്ടുകൊണ്ട് മുടി ഒതുക്കി കെട്ടി താഴേക്ക് നടന്നു ചെന്നു. 1-2 പ്രാവശ്യം അക്ഷിതിനെ വിളിച്ചെങ്കിലും അവൻ കോൾ എടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാട്സാപ്പിൽ അവനൊരു മെസ്സേജ് അയച്ചിട്ട് ആരോഹി അല്ലിയുടെ കൂടെ പുറത്തേക്ക് പോവാണെന്ന്. ഏകദേശം 10 മിനിറ്റിന് ശേഷം അവന്റെ ഭാഗത്തു നിന്നും ഒരു ഓക്കെ മറുപടിയായി ലഭിച്ചു. ആരോഹിയുടെ മുഖം കൂടുതൽ തെളിഞ്ഞു. ആരോഹി അല്ലിയും കാത്ത് ലിവിംഗ് റൂമിലിരിക്കുന്ന സമയത്താണ് ഊർമിളയോട് എന്തോ സംസാരിച്ചുകൊണ്ട് അല്ലി അവിടേക്ക് വന്നത്. നമുക്ക് പോകാം ഏട്ടത്തി. പോകാം, ഞാൻ റെഡി. ആരോഗ്യ പറഞ്ഞുകൊണ്ട് മുന്നേ നടന്നു. പിന്നാലെ അല്ലിയും. എവിടേക്കാ രണ്ടാളും? പുറത്തെവിടെയോ പോയി വന്ന ആനന്ദൻ അകത്തേക്ക് കയറുന്ന നേരത്താണ് അവർ രണ്ടാളും ഇറങ്ങിയത്. അത് അച്ഛാ, അല്ലിയുടെ ഒരു ഫ്രണ്ടിന് വെഡ്ഡിംഗ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി. ആരോഗ്യ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ആഹാ, അതാണോ കാര്യം? രണ്ടാളും സൂക്ഷിച്ച് പോയിട്ട് വാ മക്കളെ. ആനന്ദൻ ചിരിയോടെ പറഞ്ഞതും അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആരോഗ്യ പുറത്തേക്കുള്ള പടികൾ ഇറങ്ങി. കാറിലാണ് അവർ പോയത്. അല്ലിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാം. ആരോഗ്യക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഡ്രൈവ് ചെയ്യാനൊരു വെപ്രാളമാണ്. ഒന്ന് കൈതെളിഞ്ഞാൽ മാറാവുന്ന പേടിയേ ഉള്ളൂ ഇപ്പോൾ അവൾക്ക്. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? നമുക്ക് മാളിലേക്ക് പോയാലോ ഏട്ടത്തി? അവിടെയാകുമ്പോൾ കുറേ ചോയ്സ് ഉണ്ടാകും. ഫ്രണ്ടിന് എന്താണ് ഗിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവൾക്ക് സാരിയൊക്കെ കൊടുക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. നല്ലൊരു സാരി സെലക്ട് ചെയ്യാം. ഏട്ടത്തിക്കാകുമ്പോൾ സാരിയുടെ സെലക്ഷനൊക്കെ അറിയാമല്ലോ. അതാ ഞാൻ ഏട്ടത്തിയെ തന്നെ കൂട്ടിയത്. അല്ലി സാരി ഉടുക്കാറില്ലേ? ഏയ്, ഞാനധികം സാരിയൊന്നും ഉടുക്കില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാലേ സാരി ഉടുക്കാൻ അറിയില്ല. പിന്നെ 1-2 പ്രാവശ്യം കോളേജിലൊക്കെ വെച്ച് ഫംഗ്ഷനൊക്കെ ഉടുക്കാൻ വേണ്ടി ഇവിടെ അടുത്ത് പാർലറിൽ പോയി. അതാവുമ്പോൾ പിന്നെ സേഫാ. അവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉടുത്തു തരും. അമ്മ ഹെൽപ്പ് ചെയ്യില്ലേ? ഓ, അമ്മയ്ക്ക് അതിനൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ അമ്മ സ്വന്തമായിട്ട് നല്ല ഭംഗിയായി സാരി ഉടുക്കും. അല്ലി ചിരിയോടെ പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും അവരുടെ കാറ് മാളിന്റെ പാർക്കിങ്ങിലെത്തി. അല്ലിക്കൊപ്പം ആരോഗ്യം മുൻപോട്ട് നടന്നു. 1-2 കടകളിലൊക്കെ കയറിയെങ്കിലും സാരികളൊന്നും അവർക്ക് അത്ര ഇഷ്ടായില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു കടയിലേക്ക് നടക്കുന്ന നേരത്താണ് ആരോഹിയുടെ കണ്ണിലൊരു കാഴ്ചയൊടുക്കിയത്. തനിക്കെതിരെ നടന്നു വരുന്ന അർജുനും അവൻ്റെ ഒപ്പം ഒരു പെൺകുട്ടിയും. അർജുനെ ഏതിരുട്ടത്ത് കണ്ടാലും താൻ തിരിച്ചറിയും. മാളിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അർജുൻ ആരോഗ്യം കണ്ടില്ല. ഒരു കണ്ണാലെ അവൾ അവനെ കണ്ടു. ഒപ്പമുള്ള പെൺകുട്ടി മാന്മിയല്ലെന്ന് ആരോഗ്യക്ക് തീർച്ചയായി. ആരോഗ്യയുടെ മുഖത്ത് അവനോടുള്ള വെറുപ്പ് നിറഞ്ഞു പൊന്തി. അതേസമയം തന്നെയാണ് അല്ലി അവളുടെ കൈ പിടിച്ചത്. എടുത്തി, ദാ ആ കട കൊള്ളാൻ തോന്നുന്നു. നല്ല സെലക്ഷനൊക്കെ ഉണ്ട്. ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കുന്ന സാരിയൊക്കെ നോക്കാം. നമുക്കൊന്ന് കയറിയാലോ? അതിനെന്താ, നമുക്ക് പോകാം. ആരോഹി മനഃപൂർവ്വം അർജുന്റെ കാര്യം മറന്നുകൊണ്ട് അല്ലിക്കൊപ്പം ആ കടയിലേക്ക് കയറി. അത്യാവശ്യം നല്ലൊരു സാരി തന്നെ അവളുടെ ഫ്രണ്ടിന് വേണ്ടി തിരഞ്ഞെടുത്തു. ഒപ്പം അവിടെ കിടന്ന ഒരു 1-2 സാരികളിലൂടെയൊക്കെ ആരോഗ്യയുടെ മിഴികൾ മെല്ലെ തെന്നി നീങ്ങി.
പിന്നീട് ഇരുവരും ഫുഡ് കോർട്ടിൽ പോയി. ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് തിരികെ വീട്ടിലെത്തിയത്. ആരോഹി വരുമ്പോൾ അക്ഷിത റൂമിലുണ്ട്. അവൻ ലാപ്പ് ഓൺ ചെയ്തു വെച്ച് ബെഡിലിരിക്കുകയാണ്. ആഹാ, താൻ വന്നോ? അച്ചോട്ടൻ വന്നിട്ട് ഒരുപാട് നേരമായോ? അവന്റെ ചോദ്യത്തിന് ഒരു മറുചോദ്യമായിരുന്നു ആരോഹിയുടെ മറുപടി. ഇല്ലടോ, ഒരു അരമണിക്കൂറായിട്ടുണ്ടാവും. എങ്ങനുണ്ടായിരുന്നു ഷോപ്പിംഗ് ഒക്കെ? ഏയ്, അത്ര വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല. അല്ലയുടെ ഫ്രണ്ടിന്റെ മാരേജ്. ആ കുട്ടിക്ക് ഗിഫ്റ്റ് ചെയ്യാനേ ഒരു സാരി മാത്രമേ വാങ്ങിയുള്ളൂ. അപ്പൊ താനൊന്നും പർച്ചേസ് ചെയ്തില്ലേ? ഏയ്, എന്തിന്? എനിക്കിപ്പോൾ ആവശ്യത്തിലധികം സാരികളുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, തനിക്ക് വേണ്ടി കുറച്ച് സാരികൾ ഞാൻ വാങ്ങി. പെട്ടെന്ന് അക്ഷിത അത് പറഞ്ഞതും ആരോഗ്യ വിശ്വാസം വരാത്തതുപോലെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അച്ചൂട്ടൻ വാങ്ങാനോ? അതെന്താ, എന്റെ ഭാര്യയ്ക്ക് ഞാൻ സാരി വാങ്ങിയാൽ പറ്റില്ലേ? അങ്ങനല്ല, എന്നാലും ഓരെന്താലും ഇല്ല. താൻ വന്നേ. ആരോഗ്യം പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ കബോർഡിന്റെ അരികിലേക്ക് ചെന്ന് ഡോർ തുറന്നു. ആരോഗ്യയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. കുറെ അധികം സാരികൾ, എല്ലാത്തിൻ്റെയും മുകളിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോ? സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ സാരി ഉടുത്ത് കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. അക്ഷിതിന്റെ കണ്ണുകളിൽ ആരോഗ്യോടുള്ള അടങ്ങാത്ത പ്രണയം. അന്ന് ആദ്യമായിട്ട് ഞാൻ തന്നെ കാണുമ്പോഴും താൻ സാരിയായിരുന്നു ധരിച്ചത്. ഓർക്കുന്നുണ്ടോ? ആരോഗ്യയുടെ ഓർമ്മകൾ ആ ദിവസത്തിൽ ചെന്ന് എത്തി നിന്നു. അവളുടെ ചുണ്ടിലും അറിയാതൊരു പുഞ്ചിരി വിടർന്നു. എന്ന് കരുതി താൻ എപ്പോഴും സാരി ഉടുക്കണമെന്നു ഞാൻ വാശി പിടിക്കില്ല. പക്ഷെ ഇടയ്ക്കൊക്കെ എനിക്ക് വേണ്ടി ഒന്ന് സാരി ഉടുക്കണം. ദാ, ഇതൊക്കെ കണ്ടപ്പോ തനിക്കിതൊക്കെ നന്നായി ഇണങ്ങുമെന്ന് തോന്നി വാങ്ങി വെച്ചതാ. ഓഫീസിൽ ഇടയ്ക്ക് വരുമ്പോഴേ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ വല്ലപ്പോഴും മാത്രം. അല്ലാത്തപ്പോൾ തനിക്ക് കംഫർട്ടബിളായ എന്ത് ഡ്രസ്സ് വേണേലും ധരിക്കാം. എങ്കിൽ പിന്നെ നാളെ കല്യാണത്തിന് പോകാൻ ഇതിൽ നിന്നൊരു സാരി എടുത്തു കൊടുത്താലോ? ഓഫ് കോഴ്സ്, തൻ്റെ ഇഷ്ടം. അവൾ അതിൽ നിന്നും ഒരു ഡാർക്ക് ഗ്രീൻ കളർ കാഞ്ചീപുരം സാരി എടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. ഇതെങ്ങനെ ഉണ്ടാകും? അക്ഷിത ചൂണ്ടുവിരലും പെരുവിരലും കൂട്ടിപ്പിടിച്ച് സൂപ്പർ എന്ന് കണ്ണിറക്കി ആംഗ്യം കാണിച്ചതും ചുവന്നു പോയിരുന്നു ആരുഹിയുടെ മുഖം. അക്ഷി ആ ചുവപ്പിലേക്ക് പെരുവിരൽ ചേർത്തുകൊണ്ടൊന്ന് ഒഴിഞ്ഞു. നല്ല ഭംഗിയുണ്ട്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മന്ത്രിക്കുന്നത് പോലെ അവൻ പറഞ്ഞു. എന്ത്? താനിങ്ങനെ ചുവന്നു തുടുത്തു നിൽക്കുന്നത് കാണാൻ. പറയുന്നതോടൊപ്പം അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്തണച്ചു. പിന്നെ മൃദുവായി ആ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. ചുണ്ടുകൾ നെറ്റിയിൽ നിന്നിഴഞ്ഞ് മൂക്കിൻ തുമ്പിൽ എത്തി നിന്നതും മെല്ലെ അവളുടെ മൂക്കിൻ തുമ്പ് ഒന്ന് നുണഞ്ഞു. ആരോഹി കുറുകിക്കൊണ്ട് പിടഞ്ഞു. പിന്നെയും ആ ചുണ്ടുകൾ ദിശ അറിയാതെ താഴേക്കിഴഞ്ഞു. ഒടുവിൽ അവളുടെ അധരങ്ങളിൽ വിശ്രമം കൊണ്ടു. ഏറെ നേരത്തിന് ശേഷം ആ ചുണ്ടുകൾ അവിടുന്ന് വീണ്ടും അവളുടെ കഴുത്തുവഴി താഴേക്ക് സഞ്ചാരപാത തീർത്തതും ആരോഹി ഒരു പിടച്ചിലോടെ എരിവ് വലിച്ചുപോയി. അവളുടെ ആ ഭാവങ്ങൾ അവനെയും വല്ലാതെ കൊതിപ്പിച്ചു. അക്ഷിത് അപ്പോഴും വിടാൻ ഉദ്ദേശമില്ലാത്തതുപോലെ അവളെ തന്റെ ഉടലോട് ചേർത്ത് പിടിച്ചു. ഇരുവരും വല്ലാത്തൊരവസ്ഥയിലായി. AC-യുടെ തണുപ്പിലും ആരോഹിയെ വിയർത്തു. കവിളിണകളിലേക്കൊരു ചൂടരിച്ചെത്തുന്നതറിഞ്ഞു അവൾ. നെറ്റിയിലെ കുറുനിരകൾ വിയർപ്പിലൊട്ടി. ആരോഹി കിതച്ചു, കുറുകി. അവൾ അവനെയും ഇറുകിപ്പുണർന്നു. ദീർഘമായൊരു ചുംബനം. മെല്ലെ ഇരുവരും കട്ടിലേക്ക് ചാഞ്ഞു. അവന്റെ കൈകൾ അവൾ ഇട്ടിരുന്ന ടോപ്പിൽ മുറുകി. ഒരിക്കൽ കൂടി അവനെ അറിയാൻ അവളുടെ ഉള്ളം തുടിച്ചു. പരിവേശത്തോടെ അക്ഷിത് ആരോഹിയിലേക്ക് അടുത്തു. ഏട്ടാ, ആരെങ്കിലും വരും, അവൾ മെല്ലെ പറയുകയാണ്. ഒപ്പം എഴുന്നേക്കാനും ശ്രമിച്ചു. അക്ഷിത് അവളെ വിടാൻ ഭാവമില്ലാത്ത പോലെ നെഞ്ചിലേക്ക് അടുക്കി പിടിച്ചു. ആര് വരാനാണ് പെണ്ണെ? അതും ഈ രാത്രിയിൽ? അവൻ അവളിലേക്ക് അലിഞ്ഞു ചേരാൻ എന്നവണ്ണം ആ മേയിലേക്ക് ചേർന്നു. വീണ്ടും ഒരു വസന്തം. ആ രാത്രിയും അവർക്ക് സമ്മാനിച്ചത് മധുരമേറിയ ഒരു സുഗന്ധമായിരുന്നു. കിതപ്പും നിശ്വാസവും മലയടി തീർത്തുകൊണ്ട് അവൻ തൻ്റെ പെണ്ണിനെ ആഞ്ഞു പുലുക്കി. തുടരും. കഥ ഇഷ്ടമെങ്കിൽ ദയവേത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.